അണ്ണൻ പുതിയ ആളായതുകൊണ്ട് ഒരു കാര്യം പറയാം. ഒരു കാരണവശാലും ആ ഓപ്ഷന്റെ വടി ആ പ്രീതി ചേച്ചിയുടെ കൊടുക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം അവർ ബുക്കിയില്ലേ ശശാങ്ക് സിംഗിനെയൊക്കെ വിളിച്ചെടുത്തത്. അതിന് എപ്പോഴും ചക്ക വീണ് മൊയിൽ ചാവില്ലെണ്ണ. അവരുടെ ഇലങ്ങാണ് അത് കിട്ടിയ ചായ കൊണ്ടുവരാൻ വരെ അവരത് ബുക്കും. അയ്യോ അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചോളാം. കാശ് കുറയുള്ളതുകൊണ്ട് കുറേ എണ്ണത്തിന് വാങ്ങിച്ച് കൂട്ടാം. അതിന് ഞാൻ ചാവണം. ഹലോ സാർ, എങ്ങനെയുണ്ട് പുതിയ മാനേജ്മെന്റ് ഒക്കെ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ആരെയൊക്കെ വാങ്ങാനാ പ്ലാൻ? ശ്രേയസ്, ഹർഷ്ദീപ് സിംഗ് ഇവരെയൊക്കെ വാങ്ങാനുള്ള പ്ലാൻ ഇല്ല. പ്ലാൻ ഇല്ലേ? ഇല്ല. ഇല്ല, വേറെ അല്ലേ വാങ്ങണം. ഓക്കെ, എനിക്ക് വേണ്ടത് കിട്ടി. ശരി എന്നാ. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? ഇതൊക്കെ ആരെങ്കിലും അങ്ങനെ അടുത്ത് പറയൂ. പെട്ടെന്ന് ഞാൻ ഡൽഹിയിലാണെന്ന് ഓർത്തുപോയി. നടക്ക്. എന്താണ് നമ്മുടെ പ്ലാൻ? സിമ്പിൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ കപ്പടിച്ച ടീമിനെ മൊത്തം തിരിച്ചു കൊണ്ടുവരണം. നടന്ന പോലെ തന്നെ. എന്താ നടക്കാത്ത? ഞാൻ വിളിച്ച് കാണിച്ചു തരാം. സ്റ്റാർക്കിനെ ശ്രേയസ് എളുപ്പത്തിൽ കിട്ടുമെന്നാണ് വിചാരം. ആരെ കിട്ടിയില്ലെങ്കിലും വെങ്കടേഷ് വാങ്ങിക്കണമെന്നാണ് SRK പറഞ്ഞേക്കുന്നത്. ആ റോവൻ പോവലിനെയും കൂടെ ഒന്ന് എടുത്തേരെ. ടഗൌട്ടി എനിക്ക് എന്തെങ്കിലും നാട്ടുവർത്താനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. അതിനെന്ത് വാങ്ങാം. ദിനേശേ, വെങ്കടേഷ് അയ്യർ ഒന്ന് നോട്ട് ചെയ്തേരെ. വാങ്ങാനാണോ? നമുക്ക് വിൽ ജാക്സിനെ വാങ്ങിച്ചാൽ പോരെ? നോട്ട് ചെയ്യടോ. വാങ്ങണോ വേണ്ടെന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. ഈ സാലെങ്കിലും കപ്പെടുക്കൂ. താൻ നോക്കിക്കോ, ഇപ്രാവശ്യം ഞാൻ ടാക്ടിക്കലല്ലേ വിളിയാ. എന്താ ടാക്ടിക്സ്? എടോ, സാധാരണ കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം കളിച്ചവന്മാര് ഈ വർഷം നല്ലോണം കളിക്കത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഫോം ഔട്ടായിരുന്ന എല്ലാമാരെയും ഞാൻ ടീമിൽ എടുക്കാൻ പോകുന്നു. നല്ല ബെസ്റ്റ് ടാക്ടിക്സ്. ഈ സാല കപ്പ് നംദടാ. ഇന്ത്യൻ ടീം പകുതി നമ്മളുള്ളതുകൊണ്ട് നമുക്ക് ഓവർസീസ് നോക്കാം അല്ലേ? ബോളിംഗ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നമായത്. അതുകൊണ്ട് ഇപ്രാവശ്യം ബോളിംഗ് സ്ട്രോങ് ആക്കാം. അതെ, ഇവിടെ ശ്രദ്ധിക്കും. അല്ല, കാവ്യമാരൻ വന്നു. കാവ്യമാധവന് എവിടെ? കാവ്യമാധവനല്ല, കാവ്യമാരൻ. ഇതുകൊണ്ട് മോൻ്റെ അമ്മ വന്നു. തള്ള സമ്മതിക്കൂല. സംഘക്കാരെ നല്ലൊരു ടീമിനെ സെറ്റാക്കി വെച്ചായിരുന്നു സാറേ. ആ ടീമിനെ മൊത്തം നമുക്ക് തിരിച്ചു പിടിക്കാം. നമുക്ക് കുറച്ചല്ലേ യങ് ടാലൻസിനെ കൊണ്ടുവരണം സാറേ. നമ്മളിവിടെ അക്കാഡമി ഒന്നും തുടങ്ങുമല്ലോ. എടോ, ഇപ്പം നമ്മുടെ ക്യാപ്റ്റൻ ആരാ? സഞ്ജു സാംസൺ. ഞാൻ അന്നും ഇതുപോലെ വാങ്ങിയെടുത്ത പ്ലെയറാ. ഇപ്രാവശ്യം 13 വയസ്സുള്ളൊരു ചെറുക്കനുണ്ട്, അവനെ എൻ്റെ നോട്ടം. ഋഷഭ് പന്തിനെ എങ്ങനെയെങ്കിലും ടീമിലെത്തിക്കണം. 6 പേര് വിളിച്ചാലും മറ്റേത് ഞാൻ പൊക്കിക്കോളാം. അയ്യോ, അങ്ങനെ എപ്പോഴും പൊക്കണ്ട. അതിനു വേണ്ടിയുള്ള കാശൊന്നും ഇല്ല. നല്ല കുറച്ച് ബോളേഴ്സിനെയും കൂടെ വാങ്ങാനുള്ളതാ. ഋഷഭ് പന്തിന് ഒരു 10-15 കോടിക്കൊക്കെ കിട്ടുമായിരിക്കുമല്ലേ? കിട്ടും. കിട്ടിക്കാം. ദാദാ, ഋഷഭ് പന്തിനെ ഒന്ന് നോട്ട് ചെയ്തേ. നിങ്ങൾ അവനെ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വേറെ കളിയാ. പ്രൈസ് ഹൈക്കിങ്. കാഞ്ഞ ബുദ്ധി തന്നെ. ഇത്രയൊക്കെ ബുദ്ധി ഉപയോഗിച്ച് ടീമിനെ വിളിച്ചിട്ട് കപ്പടിക്കുന്നില്ലല്ലോ. അതിന് എനിക്കറിയാം, കളിക്കാൻ അറിയത്തില്ലല്ലോ. ടീം വിളിച്ചെടുക്കാല്ലേ അറിയത്തുള്ളൂ. അതേപോലെ ഈ ഡൽഹി ഡെയർ ഡെവിൾസ് നല്ല പേരല്ലായിരുന്നു. അത് മാറ്റി എന്തിന്? കുറച്ചാൾ മുമ്പ് ഞാൻ ഈ കപ്പൊന്നും അടിക്കാത്തോണ്ട് ഒരു സാമിയെ പോയി കണ്ടു. എന്നിട്ട് അപ്പൊ അങ്ങേര് പറഞ്ഞ് ഈ ഡെയർ ഡെവിളിലെ ഡെവിള് ചാത്തന, അതുകൊണ്ടാ കപ്പടിക്കാത്തത്. പേര് മാറ്റിയിട്ട് വലിയ ഗുണമൊന്നും ഇല്ലല്ലേ. അന്ന് ചാത്തനെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ ആരും ഇല്ല. നെഹ്റ, സ്പെഷ്യലായിട്ട് ആരെങ്കിലും നോക്കണോ? ആര് വന്നാലും ഞാൻ അവനെ സ്പെഷ്യൽ ആയിക്കോളാം. എന്നാലും നിങ്ങൾ എക്സ്പീരിയൻസ് വെച്ച് എന്തോ തോന്നുന്നു. നല്ല കപ്പലണ്ടി. ഇതിപ്പോ തീരും. വേറെ കൊണ്ടുവരാൻ പറ. നിങ്ങളിവിടെ തിന്നാൻ വന്നേന്നോ? എന്തോ ചോദിച്ചേ? ഒന്നുമില്ല. നമ്മൾ നോക്കുന്നവന്മാരെ നമ്മൾ വാങ്ങിയിരിക്കണം, മനസ്സിലായോ? അത് പേടിക്കണ്ട. നമ്മൾ നോക്കുന്നവന്മാരെ വേറെ ആരും വാങ്ങത്തില്ല. ഇപ്രാവശ്യം അശ്വിനെ തിരിച്ചു പിടിക്കണം. 2023 ഓപ്പണിംഗ് തിരിച്ചു പിടിക്കണം. ധോനിക്ക് ഒരു റീപ്ലേസ്മെന്റ് നോക്കണ്ടേ? എന്തിന്? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. 43 വയസ്സിൽ അങ്ങേര് കീപ്പ് ചെയ്യുന്ന പോലെ വേറെ ആരെങ്കിലും കീപ്പ് ചെയ്യും. അപ്പൊ ഇനി 2 വർഷം കൂടെ പോകും. ഷുവർ. ഞാനിപ്പോഴും കഴിഞ്ഞ വർഷത്തെ ഫൈനലിലെ ഷോക്കില്ല. ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ എന്തൊരു കളിയായിരുന്നു. പ്ലേ ഓഫ് വന്നപ്പോഴത്തേക്ക് എല്ലാത്തിനെയും പവർ പോയി. ഇപ്രാവശ്യം നമുക്ക് സെറ്റാക്കാം. കാശൊന്നും ഇല്ലെങ്കിൽ ഒരുവിധ ആൾക്കാരെ നമുക്ക് വാങ്ങിച്ചു കൂട്ടാം. നമ്മുടെ കളി കണ്ട് കൂടിയവന്മാർ കുറവാ. കൂടുതലും കാവ്യമാരൻ ഫാൻസാ. അത് പിന്നെ ഡേവിഡ് വാർണറിനെയൊക്കെ വാട്ടർ ബോയ് ആക്കി എൻ്റെ ദേഷ്യം ചെലവന്മാർക്കുണ്ട്. പുള്ളി നമുക്ക് കപ്പൊക്കെ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നാണല്ലോ. എന്തായാലും നല്ലൊരു സീസൺ ആവാൻ പ്രാർത്ഥിക്കാം.